ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എഫേസ്യ ലേഖനം 4:3 ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. യേശുക്രിസ്തുവിൻ്റെ ഉപമകളിൽ പ്രചുരപ്രചാരം ലഭിച്ചിട്ടുള്ളതും ഏറ്റവും വൈകാരികവുമായ ഉപമയാണ് മുടിയൻ പുത്രൻ്റെ ഉപമ. ബൈബിളിൽ അങ്ങനെ ഒരു പദമില്ലെങ്കിലും എല്ലാവരും ആ മകനെക്കുറിച്ച് അപ്രകാരമാണ് ഓർക്കുന്നത്. നാട്ടിലും വീട്ടിലുമായി നഷ്ടപ്പെട്ടു പോയ 2 മക്കളുടെ കഥയാണ് ഈ ഉപമയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നഷ്ടപ്പെട്ട പാപിയെ തേടി വരുന്ന ദൈവത്തെക്കുറിച്ചും അവരെക്കുറിച്ച് തനിക്കുള്ള വേദനയെക്കുറിച്ചും നഷ്ടപ്പെടുന്നവനെ തിരികെ ലഭിക്കുമ്പോഴുണ്ടാകുന്ന ദൈവത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ചും പങ്കുവെക്കുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ഈ ഉപമ. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് പിതാവിൻ്റെ അവകാശം മക്കൾക്ക് ലഭിക്കുന്നത് പിതാവിൻ്റെ മരണശേഷം മാത്രമാണ്. എന്നാൽ ഇവിടെ ഈ മകൻ പിതാവിൻ്റെ കയ്യിൽ നിന്ന് തനിക്കുള്ള വീതമെല്ലാം ചോദിച്ചു വാങ്ങി അവന് അന്യദേശത്തേക്ക് പോകുന്നതാണല്ലോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവന് പന്നിയെ മേയ്ക്കുവാനുള്ള ഒരു ജോലിയാണ് ലഭിച്ചത്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിഷിദ്ധമായ മൃഗമാണ് പന്നി. പന്നിയെ തീറ്റുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് യഹൂദ പ്രമാണം തന്നെ. അവൻ്റെ യജമാനനാകട്ടെ ഈ കൂലിക്കാരനേക്കാൾ പ്രധാനം അവൻ്റെ പന്നിയായിരുന്നു. പന്നിയെ തടിപ്പിക്കുവാനുള്ള ഒരു ഉപാധി മാത്രമായിട്ടാണ് യജമാനന് ഈ കൂലിക്കാരൻ ആയിത്തീർന്നിട്ടുള്ളത്. ഇവിടെ നാം പിന്നെയും ചിന്തിക്കുമ്പോൾ ഏറിയ നാൾ കഴിഞ്ഞ് അവൻ്റെ പണമെല്ലാം ചിന്നാഭിന്നമായി കഴിഞ്ഞ് അവന് ഒരു മാനസാന്തരം വരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാനസാന്തരം എന്നത് ഞാൻ തെറ്റിപ്പോയി എന്നൊരു തിരിച്ചറിവ് മാത്രമല്ല, അതോടൊപ്പം അവയിൽ നിന്ന് മടങ്ങി വരുവാനുള്ള ഒരു ഉറച്ച തീരുമാനം കൂടിയാണ്. നമുക്കറിയാം, യൂദായിക്ക് കുറ്റബോധമുണ്ടായി, എന്നാൽ അത് മാനസാന്തരത്തിലേക്ക് അവനെ വഴിതെളിച്ചില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഒന്നാമതായി താൻ ഇന്ന് ആയിരിക്കുന്ന പരിതാപകരമായ അവസ്ഥ ഈ മകൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വരുന്ന ഏതൊരു വ്യക്തിയും അവന് ആ തിരിച്ചറിവ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായി അവൻ അപ്പനെയും അപ്പൻ്റെ ഭവനത്തെയും കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ആരംഭിച്ചു. കരുണയുള്ള, ആർദ്രതയുള്ള, സ്നേഹമുള്ള ഒരു യജമാനനാണ് തൻ്റെ പിതാവെന്ന യാഥാർത്ഥ്യം അവൻ തിരിച്ചറിഞ്ഞു. കാരണം തൻ്റെ കൂലിക്കാരോട് പോലും അവൻ വളരെ ആർദ്രത കാണിച്ചിരുന്ന ഒരു യജമാനനായിരുന്നു. മൂന്നാമതായി തൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളുടെ ഒന്നും ഉത്തരവാദിത്തം താൻ മറ്റാരുടെയും മേല് കെട്ടിവയ്ക്കുന്നില്ല. തൻ്റെ തെറ്റ് സമ്മതിക്കാത്ത ഒരാൾക്കും മാനസാന്തരപ്പെടുവാനായിട്ട് കഴിയുകയില്ല. പലരും അവരുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുവാനാണല്ലോ ശ്രമിക്കുന്നത്. നാലാമതായി താന് ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും എഴുന്നേൽക്കുവാൻ അവൻ തീരുമാനിക്കുകയാണ്. അഥവാ ഏറ്റുപറയുവാനുള്ളതായ ആ വാചകങ്ങളെല്ലാം അവൻ മനസ്സിലാക്കിക്കൊണ്ട് ആ ഏറ്റുപറച്ചിലിന് നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുവനാക്കി തീർക്കണമേ എന്നുള്ള ആ ഒരു മാനസാന്തര ഹൃദയത്തോടെ എഴുന്നേറ്റ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ അവൻ ആഗ്രഹിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ദൂരത്തു നിന്ന് തന്നെ ഈ മകൻ മടങ്ങി വരുന്നത് അപ്പൻ കാണുവാനിടയായി. അവൻ പോയ കാലം മുതൽ അവൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഈ അപ്പൻ ആത്മാർത്ഥതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൂരെ നിന്ന് കടന്നു വരുന്ന മകനെ കണ്ടപ്പോൾ തന്നെ ഈ അപ്പൻ ഓടി അവൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹൂദന്മാരുടെ നിയമമനുസരിച്ച്
പാദം വരെ നീണ്ട അങ്കിയാണ് അവർ ധരിക്കുന്നത്. ഒരിക്കലും അതിട്ടുകൊണ്ട് ഓടുവാനായിട്ട് സാധ്യമല്ല. പുരോഹിതന്മാർ പോലും യാഗമർപ്പിക്കുമ്പോൾ യാഗമൃഗത്തിൻ്റെ ആ വെള്ളവും രക്തവും എല്ലാം പറ്റി ആ അങ്കി നനഞ്ഞാൽ പോലും അവരത് ഉയർത്തിപ്പിടിക്കാറില്ല. ആ പാദം വെളിയിൽ കാണിക്കുന്നത് വളരെ മോശകരമായ അനുഭവമാണ്. എന്നാൽ ഈ പിതാവ് സകലതും മറന്ന് ആ നീളമുള്ള അങ്കി വാരി പിടിച്ചുകൊണ്ട് മകൻ്റെ അടുക്കലേക്കുള്ള ആ ഓട്ടം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. ഓടുവാനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താന് ഒരുപക്ഷെ ഓടി അടുത്തില്ല എങ്കിൽ നാട്ടുകാർ ഈ ദോഷിയായ മകനെ നശിപ്പിക്കും. അതാണ് അവിടുത്തെ പ്രമാണം, യഹൂദന്റെ പ്രമാണം. ആവർത്തന പുസ്തകം 21:18 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അപ്പൻ്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷടനും മത്സരിയുമായ മകൻ ഒരുത്തനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിക്കലേക്ക് കൊണ്ടുപോയി, ഞങ്ങളുടെ ഈ മകൻ ഷടനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനുമാകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. പിന്നെ അവന്റെ പട്ടണക്കാർ എല്ലാവരും അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇസ്രായേൽ എല്ലാം കേട്ട് ഭയപ്പെടണം. അതെ, പിതാവ് ഓടുവാനുള്ള കാരണം ഇതാണ്. പിതാവിന്റെ ഭവനത്തിന് മാത്രമല്ല, ആ നാട്ടുകാർക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കിയ ഈ ശാപഗ്രസ്തനെ നാട്ടുകാർ കല്ലെറിഞ്ഞ് കൊല്ലും എന്നുള്ള ആ ഭയം കൊണ്ടുകൂടി, അഥവാ അങ്ങനെ കല്ലെറിയുന്നുവെങ്കിൽ ആ കല്ലുകൾ തൻ്റെ ദേഹത്ത് വന്ന് കൊള്ളട്ടെ എന്ന് കരുതിയ പിതാവിൻ്റെ ഓട്ടം ആണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതേ കാൽവറി ക്രൂശിൽ നമ്മുടെ പാപം ശാപമെല്ലാം സ്വയം ഏറ്റെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിന് ഈ പിതാവ് നിഴലാണ്. മടങ്ങി വന്ന മകനെ കണ്ടപ്പോൾ പറയുകയാണ്, അവന് മേത്തരമായ അങ്കി കൊണ്ടുവരുകയും. അതെ, യേശു ക്രിസ്തുവാകുന്ന ആ അങ്കിയാണ് നമ്മുടെ പാപം മറച്ചു തന്നിരിക്കുന്നത് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. സ്നാനത്താൽ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കൂടാതെ അവൻ്റെ കാലിന് ചെരിപ്പ് ഇടുവിൻ. യജമാനന്റെ ഭവനത്തിൽ ഒരിക്കലും ഒരു കൂലിക്കാരനോ ദാസനോ ചെരുപ്പ് ധരിക്കുവാനുള്ള അവകാശമില്ല. ഇവനെ കൂലിക്കാരനായിട്ടല്ല, മറിച്ച് ആ മകനായിട്ട് തന്നെ അംഗീകരിക്കുന്നതിൻ്റെ അനുഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതേപോലെ തടിപ്പിച്ച കാളക്കുട്ടിയെ അറുക്കുവാനായിട്ട് അതേ പറയുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ആ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതേപോലെ അവൻ്റെ കൈക്ക് മോതിരമിടുവീൻ. ആ വീണ്ടെടുപ്പിനെയാണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്രകാരം ആ പിതാവിൻ്റെ സ്നേഹം എത്ര വലുതായിരുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. അതെ, ഏതെങ്കിലും പ്രകാരം ദൈവത്തിങ്കൽ നിന്ന് അകന്നു മാറി നടക്കുന്നു എങ്കിൽ ആത്മാവിൻ്റെ ഐക്യതയിലേക്ക്, പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ ആരാഗ്രഹിക്കുന്നുവോ അവരെ കൈക്കൊള്ളുന്ന ഒരു നല്ല സ്വർഗീയ പിതാവിൻ്റെ സ്നേഹമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, ഏതെങ്കിലും അവസ്ഥയിൽ ദൈവത്തിങ്കൽ നിന്ന് പിന്മാറി നടക്കുന്നുവെങ്കിൽ ആ ആത്മാവിൻ്റെ ഐക്യതയിൽ ഒരു മടങ്ങി വരവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീരട്ടെ. അതിനായി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി, നന്ദി എൻ ദൈവമേ.